മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് അധോലോകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ MLA ആയിട്ടുള്ള ഒരാൾ രാജിവെച്ച് അതിനെ തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം, അതിനുള്ള കാരണമുണ്ടായത്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA, അദ്ദേഹം പിന്തുണയ്ക്കുന്ന സർക്കാർ, അദ്ദേഹം പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അധോലോകത്തിൻ്റെ നായകനാണ് എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് MLA സ്ഥാനം ഒഴിഞ്ഞത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്ത വിഷയമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധോലോകങ്ങൾക്ക് നിയന്ത്രണം കൈയാളുന്ന ആളാണ് എന്നുള്ള മുൻ MLA നിലവിലുള്ള സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ആളുടെ ആരോപണം. അദ്ദേഹം തന്നെ അത് മറന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. ആ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് തോന്നുന്നത് ജനകീയ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് കേരളത്തിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണിത് എന്നാണ് മാധ്യമങ്ങളെല്ലാവരും പറയുന്നത്. പക്ഷേ കേരളം നേരിടുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ഭീകരവാദികളുടെയും വർഗീയവാദ സംഘടനകളുടെയും ഒക്കെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരം, ആ മത്സരമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരം. നമ്മൾ ഇന്നലെ കേട്ട ഒരു വലിയൊരു തമാശ, ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ്. ഇത് എന്നാണ് നടന്നത് എന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയണം. അദ്ദേഹത്തെ സ്വകാര്യമായിട്ട് വിളിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞതാണോ ഞങ്ങളുടെ നിലപാട് മാറ്റി എന്നുള്ളത്? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുകയും ദേശീയ താൽപ്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്ന് സത്യവാങ്മൂലം നൽകിയത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. 2014 ജനുവരി 18 UDF സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ദേശീയ താൽപ്പര്യത്തിനെതിരായിട്ട് ചിന്തിക്കാൻ പ്രവർത്തകരെയും അണികളെയും പ്രേരിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് എന്നാണ്. ശ്രീമാൻ രമേശ് ചെന്നിത്തല അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. VD സതീശൻ്റെ പ്രസ്താവനയോട് രമേശ് ചെന്നിത്തല യോജിക്കുന്നുണ്ടോ എന്നറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം ടാറ്റയുടെ സ്റ്റുഡിയോ സ്റ്റോറുകൾ, ആ സ്റ്റോറുകൾ ബഹിഷ്കരിക്കണമെന്നുള്ളതാണ്. VD സതീശനും കോൺഗ്രസും ഈ കാര്യത്തിൽ എന്താ അവരുടെ നിലപാട്? അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കണം എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, ആ നിലപാട് UDFൻ്റെ നിലപാടാണോ കോൺഗ്രസിൻ്റെ നിലപാടാണോ? അതോ ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കണം എന്നുള്ളതാണോ കോൺഗ്രസിൻ്റെ നിലപാട്? ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതല്ലാതെ VD സതീശൻ ഒരു സുപ്രഭാതത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, അവരുടെ നയത്തിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ
അത് അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിലമ്പൂരിലെ ജനങ്ങൾ, ആ ജനങ്ങളുടെ ഓർമ്മശക്തിക്ക് ഒരു കുറവുമില്ല എന്നെങ്കിലും UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ മനസ്സിലാക്കണം. CPMൻ്റെ കാര്യത്തിൽ CPM ഇപ്പോൾ PDPയെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്, MP ഗോവിന്ദൻ പറയുന്നത് PDP പീഡിത വിഭാഗത്തിൻ്റെ ശബ്ദമാണെന്നാണ്. അബ്ദുൽ നാസർ മദനി പറയുന്നത് വർഗീയതയല്ല എന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് പറയുമ്പോൾ അത് കേട്ടാൽ അബ്ദുൽ നാസർ മദനി പോലും ലജ്ജിച്ചു പോകും. കാരണം EK നായനാർ പണ്ട് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാടിന് കൈമാറിയത് തെറ്റായിരുന്നു എന്ന് ഇടതുപക്ഷം ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അക്കാര്യം അവർ പറയണം. മദനിക്കൊപ്പം പിണറായി വേദി പങ്കിട്ടത് ശരിയായില്ല എന്ന് CPMൻ്റെ സെൻട്രൽ പാർട്ടി അവര് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയത് ആ വിലയിരുത്തൽ തെറ്റായിരുന്നു എന്നാണോ ഇപ്പോൾ CPMൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്? അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ജനകീയ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് കാരണമായിട്ടുള്ള കാതലായിട്ടുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മത രാഷ്ട്രീയത്തെയും ഭീകരവാദത്തെയും വർഗീയവാദികളെയും ഒക്കെ ചേർത്ത് പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പും ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അവസരവാദവും അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം വന്യമൃഗശല്യം എന്ന് പറയുന്ന പ്രശ്നമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ഇതിൻ്റെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന വരെയുള്ള സാഹചര്യമുണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ സഹതാപ വോട്ട് നേടാനും അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അത് ഉൾപ്പെടുത്തി എന്നുള്ളത് ഒഴിച്ചാൽ ഈ പ്രശ്നത്തിൽ എന്താണ് ഈ രണ്ട് മുന്നണികളും എടുത്തിട്ടുള്ള സമീപനം? 2020-21 കാലഘട്ടത്തിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ 25 പേരും സൗത്ത് ഡിവിഷനിൽ 21 പേരും വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു പത്രത്തിൽ ഞാൻ ഇന്ന് വായിച്ചത്. ഏറ്റവും ഒടുവിൽ അനന്തു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവനും. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാരിന് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അതുകൊണ്ട് കാതലായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഉയർത്തുന്നത് കഴിഞ്ഞ ഇത്രയും വർഷക്കാലം നിലമ്പൂരിനെ സ്ഥിരമായിട്ട് പ്രതിനിധീകരിച്ച ആളുകൾ, പതിറ്റാണ്ടുകളോളം പ്രതിനിധീകരിച്ച UDFും കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന LDFും അവർ കാണിച്ചിട്ടുള്ള അലംഭാവം, ആ അലംഭാവത്തിനെതിരായിട്ടുള്ള വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വിധിയെഴുതാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതോടൊപ്പം ഈ രാജിവെച്ച MLA അദ്ദേഹം ഉന്നയിച്ച കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അധോലോകങ്ങൾക്ക് സംഘങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ആളാണ് എന്നുള്ള ആരോപണം, ആ ആരോപണത്തെ വിലയിരുത്തിക്കൊണ്ട് ഈ രണ്ട് മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട്, ആ നിലപാട് നിലമ്പൂരിലെ ജനങ്ങൾ കൈക്കൊള്ളണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നിലമ്പൂരിലെ സമ്മതിദായകരോടുള്ളത്. അതോടൊപ്പം വന്യമൃഗ ശല്യം പോലെയുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിൽ വളരെ ലാഘവത്വത്തോടു കൂടിയിട്ട് ഈ പ്രശ്നത്തെ സമീപിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ്, ആ വിയോജിപ്പ് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കപ്പെടണം
എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഹമാസ് പോലെയുള്ള ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നതിന് പകരം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും അഭ്യർത്ഥിക്കുന്നത്. അവർ ഹമാസിനെയാണല്ലോ പിന്തുണയ്ക്കുന്നത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന, ഹമാസിൻ്റെ പേരും പറഞ്ഞ് കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണല്ലോ അവർ നടക്കുന്നത്. തീർച്ചയായിട്ടും ഹമാസിനെ പോലെയുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഭീകരവാദികൾ, ഹമാസിനെ പിന്തുണയ്ക്കുന്ന UDFൻ്റെയും LDFൻ്റെയും നിലപാട്, ആ നിലപാടിന് പകരം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും പിന്തുണയ്ക്കും. മറ്റ് സമുദായം എന്ന് പറഞ്ഞാൽ ഏതാ? അതെ അതെ, കത്തോലിക്ക കോൺഗ്രസ് ക്രൈസ്തവ വിഭാഗത്തിൻ്റെയാണ്. അവർക്ക് കണ്ടു ഞാൻ കണ്ടു. അല്ല, അതാണല്ലോ ഞാനും പറഞ്ഞത്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലസ്തീൻ ഐക്യദാർഢ്യ ദിനം നടത്താൻ ഇടതുപക്ഷത്തിൻ്റെ 4 സംഘടനകൾ ചേർന്നിട്ട് തീരുമാനമെടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടു. അതിൽ അവരുന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ അവരുടെ പ്രസ്താവന വായിച്ചപ്പോൾ എത്രമാത്രം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളുടെ അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. കാരണം അവർക്ക് ദേശീയ തലത്തിൽ CPM, CPI, ഫോർവേഡ് ബ്ലോക്ക്, പിന്നേതാ RSPM, ഈ പാർട്ടികളാണ് അവരുടെ മുന്നണിയിലുള്ളത്. ഈ പാർട്ടികൾക്ക് വേറെ എവിടെയും ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അവർ പറയുന്നത് ഇന്ത്യ നിലപാട് മാറ്റണം, ഇന്ത്യ നിലപാട് മാറ്റിയിട്ട് പാലസ്തീനെ എതിർക്കണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. ഇന്ത്യ പാലസ്തീൻ അനുകൂലമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിലും പാർലമെന്റിലും കഴിഞ്ഞ 1948 മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ നിലപാട് തുടർച്ചയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള നിലപാടാണ്. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഈ വർഷം ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയുടെ പാലസ്തീന് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇന്ത്യ ഏതാണ്ട് 50 കോടി രൂപയാണ് സംഭാവന കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കൊടുത്തു, ഈ വർഷം കൊടുത്തു, അതിന് മുൻപുള്ള കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. 70 മെട്രിക് ടൺ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മരുന്നുകൾ അടക്കം നൽകി. പക്ഷേ ഈ ഇടതുപക്ഷം പറയുന്നത് ഇന്ത്യ ഇസ്രായേലുമായിട്ട് ചേർന്നുകൊണ്ടുള്ള സൈനിക നടപടിയിൽ നിന്ന് പിൻവാങ്ങണം. ഈ ഇടതുപക്ഷക്കാർക്ക് ഇന്ത്യ ഏതെങ്കിലും സ്ഥലത്ത് ഇസ്രായേലുമായിട്ട് ചേർന്നുകൊണ്ട് സൈനിക നടപടി കൈക്കൊള്ളതായിട്ട് കാണിക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ അവരിത് പിൻവലിച്ച് മാപ്പ് പറയണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ 4 വോട്ടിന് വേണ്ടി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള നട്ടാൽ മുളക്കാത്ത നുണ, ആ നുണയടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDFന് പോകുന്ന സാഹചര്യത്തിൽ ആ വോട്ട് തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് മതരാഷ്ട്രവാദികളെ പിന്തുണച്ചുകൊണ്ട് ഇവർ രണ്ടുപേര് നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം അതല്ല നിലമ്പൂരിൽ വേണ്ടത്. നിലമ്പൂരിൽ വികസനമാണ് വേണ്ടത്.
ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്നാ പിന്നെ വേണ്ടെന്ന് എന്താ പറയത്ത്? ഞങ്ങൾക്ക് ഈ ഹമാസ് ഭീകരവാദികളെ പിന്തുണക്കുന്നവരുടെ വോട്ട് വേണ്ട. ഞങ്ങൾക്ക് വികസനത്തെ പിന്തുണക്കുന്നവരുടെ വോട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൻ്റെ വികസനം, നിലമ്പൂരിൻ്റെ വികസനം, ആ വികസനത്തെ പിന്തുണയ്ക്കുന്നവരെ അവരുടെ പിന്തുണയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഭീകരവാദികളുടെ വോട്ടിന് വേണ്ടിയല്ല. ഭീകരവാദികളുടെ വോട്ടിന് വേണ്ടി ഏതറ്റവും പോകാൻ തയ്യാറാകുന്ന സാഹചര്യം, ആ സമീപനമാണ് കേരളത്തിൽ ഭരിക്കുന്നവരും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷവും എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തെളിയിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കട്ടെ, അതിന്റെ തെളിവ് ഹാജരാക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോദിയും പിണറായിയും തമ്മിലുള്ള ബന്ധം, നരേന്ദ്രമോദിക്ക് പിണറായിയുടെ ഒരു പിന്തുണയുടെ ആവശ്യമില്ല. നരേന്ദ്രമോദിയുടെ കഴുത്ത് പിണറായിയുടെ കക്ഷത്തിലല്ലല്ലോ. പിന്നെ എന്തിനാ നരേന്ദ്രമോദിക്ക് പിണറായിയുടെ പിന്തുണ? വാസ്തവത്തിൽ അല്ലല്ല, CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള രഹസ്യധാരണ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണമാണ്. കാരണം എന്താ? കോൺഗ്രസും CPM-ഉം തമ്മിൽ ദേശീയ തലത്തിലുള്ള ധാരണ എന്താ? ആ ധാരണ ലോക്സഭയിലേക്ക് കോൺഗ്രസും സംസ്ഥാന നിയമസഭയിലേക്ക് CPM-ഉം, ഇതാണ് അവർ തമ്മിലുള്ള ധാരണ. ആ ധാരണയല്ലേ, അതുകൊണ്ടല്ലേ ഇത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നത്. വാസ്തവത്തിൽ അവർ തമ്മിലാണ് ധാരണ. അവർ തമ്മിൽ എവിടെ എതിർപ്പ്? ഇവിടുന്ന് തൊട്ടതിർത്തി കടന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ധാരണയല്ലേ. ഞങ്ങളും CPM തമ്മിൽ എവിടെയെങ്കിലും ധാരണയുണ്ടെങ്കിൽ കാണിക്കട്ടെ. ഞങ്ങളും കോൺഗ്രസ് തമ്മിൽ എവിടെയെങ്കിലും ധാരണയുണ്ടെങ്കിൽ കാണിക്കട്ടെ. ഞങ്ങൾ ഇവർ രണ്ടുപേരുമായിട്ട് ധാരണയില്ല. ഞങ്ങളെയാണ് ഇവർ രണ്ടുപേരും എതിർക്കുന്നത്. CPM പറയുന്നത് മാത്രമല്ലല്ലോ, CPM പറയുന്നത് അല്ല, കോൺഗ്രസ് പറയുന്നത് പിണറായിയും മോദിയും തമ്മിലുള്ള ബന്ധമെന്നാണ്. CPM എന്താ പറയുന്നത്? നേരെ തിരിച്ചാണ്. കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയാണെന്നാണ്. ഇത് രണ്ടു കൂട്ടർ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് തന്നെ ആ ആരോപണത്തിന്, ഒരാളുടെ ആരോപണത്തിന് മറ്റവരുടെ മറുപടിയായി. അങ്ങനെ BJP വേണ്ടത്ര ഫീൽഡ് ഇല്ലെന്ന് എന്താ നിങ്ങൾക്ക് തോന്നാൻ കാരണം? അല്ല, ആശങ്കയെ വേണ്ട. BJP സജീവമായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പാലക്കാട് CPM എന്തിനാ കോൺഗ്രസ്സുകാരനായിട്ട് ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത്? ഇപ്പൊ CPM-ന് ആ തെരഞ്ഞെടുപ്പ് ഗൗരവമില്ലാത്തത് കൊണ്ടാണ്. അല്ലല്ല, സ്വതന്ത്രരാണെങ്കിൽ അവരല്ലേ പിന്തുണച്ച്. അതായത് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറത്തുള്ള വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഇനിയും പല തെരഞ്ഞെടുപ്പുകളിലും, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ BJP-ക്കാരായിട്ട് ദീർഘകാലമായിട്ടുള്ള ആളുകൾ മാത്രമല്ല, പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളെയും ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കും. BJP സ്ഥാനാർത്ഥി അല്ല, അത് അദ്ദേഹത്തിന്റെ തൃശ്ശൂരിന്റെ അനുഭവത്തിലാണോ മനസ്സിലായത്? അതോ നിയമത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയമത്ത് അദ്ദേഹം പോയിട്ട് മത്സരിച്ചിട്ട് 3-ാം സ്ഥാനത്തായിരുന്നു. തൃശ്ശൂർ സിറ്റിംഗ് സീറ്റിൽ പോയിട്ട് നിന്നിട്ട് തോറ്റുപോയതാണ്. അപ്പോൾ ഈ K. മുരളീധരനൊക്കെ പറയുന്നതിനൊക്കെ മറുപടി പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ K. മുരളീധരൻ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രേ അതിനൊക്കെ പ്രാധാന്യം. BDJS-ന് കൊടുക്കുന്നു എന്നല്ല, NDA-യിൽ BJP-യും BDJS-ഉം NDA-യുടെ 2 ഘടകകക്ഷികളാണ്. അപ്പോൾ ഞങ്ങൾ കൂടിയാലോചന നടത്തും.
ആ കൂടിയാലോചന നടത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സീറ്റിൽ BDJS മത്സരിച്ചിട്ടുണ്ട്, BJP മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമല്ലോ, താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് മത്സരിച്ചത്, ഞങ്ങൾ തന്നെ ഇത്തവണത്തെ മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തിൽപ്പെടുന്നതാണ്. സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് ആൾ. എന്താ സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? അവർക്ക് കൊടുത്തിട്ടുള്ള അധികാരം അവരെന്താ പ്രയോഗിക്കാത്തത്? കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷെ അവർക്ക് കൊടുത്ത അധികാരം, ആ അധികാരം എന്താ പ്രയോഗിക്കാത്തത്? അതിൻ്റെ ഫലമായിട്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്തല്ലോ. പിന്നെന്താ വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണോ വെടിവെക്കാത്തത്? അത് പോരല്ലോ. അല്ലെന്ന്, ക്ഷുദ്രജീവി എന്ന് പറഞ്ഞിട്ട് ബാനർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പന്നി പിന്നെ ഇങ്ങോട്ട് വരില്ല. അതാണ്. പന്നിക്ക് മലയാളം വായിക്കാൻ അറിയോ? പിന്നെന്താ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കൊല്ലാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്. അല്ല, സംസ്ഥാന ഗവൺമെന്റിന് വൈൽഡ് ലൈഫ് വാർഡനെ കൊല്ലാനുള്ള അധികാരം തന്നു. അല്ല, അധികാരം തന്നല്ലോ, പിന്നെന്താ ചെയ്യട്ടെ? കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് വന്നിട്ട് ഇവിടെ വെടിവെക്കില്ലല്ലോ. എന്താ തപ്പ്? ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചാലേ വെടിവെക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ലാതെ കൊല്ലാനുള്ള അധികാരം തന്നല്ലോ. കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ, അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ ശശി തരൂരും കോൺഗ്രസും കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, ഞങ്ങളുടെ വിഷയം.